Hi friends, Science Academyയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുകളാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വീഡിയോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഇൻട്രൊഡക്റ്റീവ് പാർട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. കൂളുംസ് ലോ എന്നാണ് പറയാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് ഈ ഫിസിക്സിലെ ഒട്ടുമിക്ക ബ്രാഞ്ചുകളിലും ഇൻവേഴ്സ് സ്ക്വയർ ലോകളുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് കൂളുംസ് ലോ? കൂളുംസ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജുകളോ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയുക. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൂളുംസ് ലോ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൂളുംസ് ലോ പറയുന്നത്? നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് കൂളുംസ് ലോ? കൂളുംസ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡുകളുടെ പ്രോഡക്റ്റിനും ആ രണ്ട് ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമായിരിക്കും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു കൂളുംസ് ലോ, the electrostatic force of attraction or repulsion between any two point charges is directly proportional to product of magnitude of the charges and inversely proportional to square of the distance between them. Suppose രണ്ട് ചാർജുകൾ Q1 ഉം Q2 ഉം ആണെന്ന് വിചാരിക്കുക. സ്മോൾ ലെറ്റർ Q1 ഉം സ്മോൾ ലെറ്റർ Q2 ആണെന്ന് വിചാരിക്കുക. അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. അവർ വെച്ചിരിക്കുന്ന മീഡിയം എയർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ചാർജുകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Q1 Q2 എന്ന് പറയാം. ഫോഴ്സിനെ റെപ്രസെൻറ്റ് നമുക്ക് F എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച്, ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് F പ്രപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 എന്നും ഡിസ്റ്റൻസിന് നമ്മൾ R എന്ന് വിളിക്കുകയാണെങ്കിൽ F പ്രപ്പോർഷണൽ ടു 1/r² എന്ന് കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്ലബ് ചെയ്യുകയാണെങ്കിൽ F പ്രപ്പോർഷണൽ Q1 Q2/r². F proportional Q1 Q2/r². ഒബ്വിയസ്ലി നമ്മൾ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മൾക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ സാധാരണ അങ്ങനെ കൊടുക്കാറുള്ള കോൺസ്റ്റന്റ് K ആണ്. നമുക്കിവിടെ Kനെ 1/4πε0 എന്ന് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ് എന്നറിയപ്പെടും. നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ് ആണ് 1/4πε0. അതിൽ ε0നെ പെർമിറ്റിവിറ്റി ഓഫ് എയർ, ഫ്രീ സ്പേസ് ഓർ വാക്യൂം, മൂന്ന് എയറിൻ്റെയും ഫ്രീ സ്പേസിൻ്റെയും വാക്യൂത്തിൻ്റെ ഒക്കെ പെർമിറ്റിവിറ്റി ഒക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് ε0യെ പെർമിറ്റിവിറ്റി ഓഫ് എയർ, ഫ്രീ സ്പേസ് ഓർ വാക്യൂം. അപ്പോൾ 1/4πε0 അതൊരു കോൺസ്റ്റൻ്റ് ആണ്. Kക്ക് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ε0 ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ പറയുന്ന പോലെ അവിടെ നമ്മൾ അതൊക്കെ പറയുമ്പോൾ നമ്മളവിടെ ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ε0. ഈ പോലെയുള്ളൊരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ε0. അപ്പോൾ ഇവർക്കൊക്കെ വാല്യൂസ് ഉണ്ട്. 1/4πε0ക്ക് മാത്രമായിട്ടൊരു വാല്യൂ ഉണ്ട്. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് ആദ്യം ε0ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ε0ൻ്റെ വാല്യൂ സ്ക്രീനിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് ε0ൻ്റെ വാല്യൂ 8.854 × 10⁻⁻12. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഒരിക്കൽ കൂടി പറയാം, ε0ൻ്റെ വാല്യൂ 8.854 × 10⁻⁻12 കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഈ വാല്യൂ നമ്മൾ 1/4πε0ൻ്റെ പ്ലേസിൽ, അതായത് ε0ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/4πε0ക്ക് ഒരു വാല്യൂ വരും
വാല്യൂ ആണ് 9 into 10⁻⁹. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യൂണിറ്റ് ഒന്നും പറഞ്ഞില്ല. 1/4 എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 9 into 10⁻⁹ എന്നും എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 8.854 into 10⁻⁻12 കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് കെക്ക് പകരം കൂളംബ്സ് ലോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ കെക്ക് പകരം 1/4 എപ്സിലോൺ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എന്ത് വരും? F equal to 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R square, the final equation. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, കൂളംബ്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷൻ. ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ എന്താണ് കൂളംബ്സ് ലോ? എന്താണ് കൂളംബ്സ് ലോ? അക്കോർഡിംഗ് ടു കൂളംബ്സ് ലോ, the electrostatic force of attraction or repulsion between any two point charges is directly proportional to product of magnitude of the charges and inversely proportional to square of the distance between them. Equation vera F equal to 1/4 epsilon 0 Q1 Q2 by R square. Here 1/4 epsilon 0 is the proportionality constant and epsilon 0 is the permittivity of air or free space or vacuum. Value 8.854 into 10⁻⁻12 coulomb square per Newton meter square എന്നും 1/4 എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 9 into 10⁻⁹ എന്നും ആണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഇതിൽ നമുക്ക് ഈ കൂളംബ്സ് ലോയിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് പറയാൻ പോകുന്നത്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നമ്മൾ സംടൈംസ് ഇറ്റ് ഈസ് നോൺ ആസ് കൂളംബ്സ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്. ജനറലി നമ്മൾ 3 ഫാക്ടറുകളാണ് പറയാറ്. ചില ബുക്കുകളിലൊക്കെ നമുക്ക് 3-ൽ കൂടുതൽ ഫാക്ടറുകളൊക്കെ കാണാമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇക്വേഷൻ എന്ന് പറയാവുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്. സെക്കൻഡ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ആൻഡ് തേർഡ് വൺ, മീഡിയം. അതായത് ഏത് മീഡിയത്തിലാണോ ചാർജുകളെ വെച്ചിരിക്കുന്നത് ആ മീഡിയം ഒരു എഫക്റ്റിംഗ് ഫാക്ടറാണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് മീഡിയം. വേണമെങ്കിൽ 2 കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞാൻ സ്ക്രീനിൽ എഴുതിയില്ല. ടെമ്പറേച്ചറും ഡെൻസിറ്റി മിക്കവാറും എല്ലാ കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ആ ഒരു ടെമ്പറേച്ചർ. മീഡിയത്തിന് തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് മീഡിയവുമായിട്ട് ബന്ധപ്പെട്ട് വരും തന്നെയാണ്. അപ്പോൾ 3 എഫക്റ്റിംഗ് ഫാക്ടേഴ്സാണ്: മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആൻഡ് മീഡിയം. ഇത് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് ഈ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യണം നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഫാക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു F പ്രപ്പോർഷണൽ Q1 Q2. അപ്പോൾ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് ഇൻക്രീസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിക്രീസസ്. As the magnitude of the charges increases, the electrostatic force increases. കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. Q1 into Q2 എന്നാണ്. Q1 into Q2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ ചെറിയൊരു കാര്യം വേണമെങ്കിൽ പറയാം. അതായത് ചാർജുകൾ രണ്ടും ഡബിൾ ആവാമെന്ന് വിചാരിക്കുക. അതായത് Q1 2Q1ഉം Q2 2Q2ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്? അപ്പോൾ രണ്ടും ഡബിൾ ആയതാണ്. അപ്പോൾ മൊത്തം അവിടെ എഫക്റ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നത് 4 times ആണ്. അപ്പോൾ when the charges gets doubled, the electrostatic force increases by 4 times. ചാർജുകൾ ഡബിൾ ആയി കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 4 times കൂടും. ചാർജുകൾ ഹാഫായി കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. ചാർജുകൾ രണ്ടും ഹാഫായി നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എന്താണ് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് സംഭവിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് തരാണ്. അടുത്ത ഫാക്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്
എങ്ങനെയാണ് ഒരു എഫക്റ്റിംഗ് ഫാക്ടർ ആവുന്നത്? സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. വെറുതെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ല, എഫ് പ്രപ്പോർഷണൽ 1/r² എന്നാണ്. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. അത് നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ട് ചാർജുകളെ വളരെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. രണ്ട് ചാർജുകൾ അകലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. പക്ഷെ അത് എത്ര എമൗണ്ട് കുറയുന്നു? അപ്പോൾ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ 4 ടൈംസ്, ഡിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഫോഴ്സ് 4 ടൈംസ് കുറയും. ഡിസ്റ്റൻസ് ഡബിൾ ആവുന്ന പറയുമ്പോൾ ഡിസ്റ്റൻസ് കൂടാണ്, 2 മടങ്ങ് കൂടാണ്. അപ്പോൾ സ്ക്വയർ ആണ്, അപ്പോൾ മൊത്തം 4 ടൈംസ്. അപ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ് ചാർജസ് ഇൻക്രീസസ് ബൈ ട്വൈസ്, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡിക്രീസസ് ബൈ 4 ടൈംസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 4 ടൈംസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതൊരു എഫക്റ്റീവ് ഫാക്ടർ. അത് രണ്ടാളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫ് വെക്കേണ്ടത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 എഫക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, അതാണ് മീഡിയം. മൂന്നാമത്തെ ഫാക്ടർ മീഡിയം. മീഡിയം എങ്ങനെയാണ് നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കൂളംബ്സിലോടെ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ കൂളംബ്സിലോടെ ഇക്വേഷനിൽ 2 ചാർജുകൾ Q1 Q2 എന്ന് എടുത്തു. അവരെ വെച്ചിരിക്കുന്ന മീഡിയം പ്രത്യേകം നമ്മളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, എയർ എന്ന് പറഞ്ഞിരുന്നത്, എയർ എന്നുള്ള മീഡിയത്തിലാണ് നമ്മൾ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എയർ എന്നുള്ള മീഡിയത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ε0ക്ക് നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഫ്രീ സ്പേസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് 1/4 ε0. അപ്പോൾ നമ്മൾ 2 ചാർജുകൾ എടുത്തിരിക്കുക, അവരെ എയറിൽ കൊണ്ടുവച്ചേക്കണം. അപ്പോഴുള്ള ഇക്വേഷൻ F = 1/4 ε0. ഇനി മറിച്ച് നമ്മൾ ഇതേ 2 ചാർജുകളെ എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് അതേ ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ നമ്മൾ പതുക്കെ വേറൊരു മീഡിയത്തിലേക്ക് മാറ്റാൻ വിചാരിക്കുക. അപ്പോൾ നമുക്ക് എയറിൽ കിട്ടിയിരിക്കുന്ന ഫോഴ്സിനേക്കാളും കുറവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും മീഡിയത്തിൽ കിട്ടുക. എയർ എന്നുള്ള മീഡിയത്തിൽ 2 പോയിന്റ് ചാർജുകൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനേക്കാളും കുറവായിരിക്കും വേറൊരു മീഡിയത്തിൽ അതേ ഡിസ്റ്റൻസിൽ തന്നെ അതേ ചാർജുകളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് മാക്സിമം ഇൻ എയർ, ഫ്രീ സ്പേസ് ഓർ വാക്യൂം, ബട്ട് ഇറ്റ് ഡിക്രീസ് ഇൻ എ മീഡിയം. അത് പതുക്കെ ഡിക്രീസ് ചെയ്യും. ഇവിടെ മീഡിയത്തിൽ എയറിലുള്ളതിനേക്കാളും കുറവായിരിക്കും ഇവിടെ മീഡിയത്തിൽ. നമ്മൾ സാധാരണ 2 മീഡിയങ്ങളാണ് സാധാരണ നമ്മളൊക്കെ പറയാറ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് കുറിച്ച് പഠിക്കണം. അപ്പോൾ ഞാനൊന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കാം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൂളംബ്സ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? 3 ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്, രണ്ടാമത്തെ ഫാക്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്, മൂന്നാമത്തെ ഫാക്ടർ മീഡിയം. ആ മീഡിയത്തിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ബാധിക്കുന്നത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ കാണാം. ഇറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ε r എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ റേഷ്യോ എടുക്കലാണ് അല്ലേ. അപ്പോൾ ഇവിടെ പെർമിറ്റിവിറ്റിയാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ 2 മീഡിയങ്ങളുടെ പെർമിറ്റിവിറ്റിയുടെ റേഷ്യോ ആണ്. അത് ഏതൊക്കെയാണ് മീഡിയം? അതിലൊരു മീഡിയം ഒബ്വിയസ്ലി നമുക്ക് ആര് വേണം? എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റി വേണം. മറ്റേത് നമുക്ക് വേറെ ഏതെങ്കിലും മീഡിയം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഡെഫിനീഷൻ പോലെ പറയുകയാണെങ്കിൽ, relative permittivity is the ratio between permittivity of a medium and permittivity of air or free space or vacuum. Relative permittivity is the ratio between permittivity of a medium and permittivity of air, free space or vacuum. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡെഫിനിഷൻ. അത് ഇക്വേഷനായിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക്
ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ സീറോ. ഞാനിപ്പോൾ സ്ക്രീനിൽ എപ്സിലോൺ എന്ന് കൊടുത്തിട്ടുള്ളൂ, പ്രത്യേകിച്ച് സഫിക്സ് മീഡിയം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ, എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ സീറോ. അതായത് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ഓർ വാക്യൂം. ദാറ്റ് ഈസ് എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ ആർ. പല നൊട്ടേഷനുകളുണ്ട് ഈ എപ്സിലോൺ മീഡിയത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ തൽക്കാലം എപ്സിലോൺ എന്നാണ് സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എപ്സിലോൺ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ എപ്സിലോൺ സ്റ്റാൻഡ്സ് ഫോർ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അതിന് വേണമെങ്കിൽ ഇത് ക്യാൻ ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് എപ്സിലോൺ മീഡിയം, സഫിക്സ് ആയിട്ട് മീഡിയം നമുക്ക് വേണമെങ്കിൽ എഴുതാം. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ, എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി രണ്ട് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ റേഷ്യോ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യൂണിറ്റും ഡയമെൻഷനും ഒന്നുമില്ല. അപ്പോൾ സിംപിളി ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ, അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ മീഡിയം എങ്ങനെയാണ് ഒരു എഫക്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ മീഡിയം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മീഡിയത്തിൻ്റെ ഒരു പെർമിറ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ഇത് വേണമെങ്കിൽ എഴുതാം. സ്ക്രീനിൽ നിന്ന് നമുക്ക് ഇക്വേഷനിൽ നിന്ന് എഴുതാം. ഇപ്പോൾ സ്ക്രീനിലുള്ള ഇക്വേഷനിൽ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്നാണ്. അപ്പോൾ എപ്സിലോണിനൊരു ഇക്വേഷൻ ആണെങ്കിൽ എന്ത് എഴുതാം? എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. അത് മനസ്സിൽ കിടക്കട്ടെ. നമ്മൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൗ ദ മീഡിയം എഫക്ട്സ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നമ്മളൊരു മീഡിയം എടുത്തേക്കാണ്. അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ മീഡിയം എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. രണ്ട് ചാർജുകൾ എടുത്തേക്കാണ്. അവരെ നമ്മൾ Q1 Q2 എന്ന് വിളിക്കുകയാണ്. അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മീഡിയത്തിനെ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെ R എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ ദാറ്റ് മീഡിയം എഫ് മീഡിയം ഈക്വൽ ടു എന്ന് എഴുതാം. എഫ് മീഡിയം എന്ന് കൊടുത്തിട്ടുണ്ട്, സഫിക്സ് മീഡിയം ചെയ്തിട്ടുണ്ട്. എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലോൺ മീഡിയം ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിൽ നമുക്ക് ഹിയർ എപ്സിലോൺ മീഡിയം ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ, എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. Therefore F medium equal to instead of epsilon medium നമുക്ക് ആ ഇക്വേഷനിൽ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുക്കണം. അപ്പോൾ എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ, Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ വരുന്നത് എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അതിൽ ആ 1/എപ്സിലോൺ ആറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, 1/എപ്സിലോൺ ആറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് എഴുതാം? 1/എപ്സിലോൺ ആറിനെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ളത് 1/4π എപ്സിലോൺ സീറോ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അതാരാണ്? 1/4π എപ്സിലോൺ സീറോ Q1 Q2 ബൈ ആർ സ്ക്വയർ. അത് ഫോഴ്സിൻ്റെ മീഡിയമാണ്. അപ്പോൾ എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 1/എപ്സിലോൺ ആർ ഇൻറ്റു ഫോഴ്സ് ഇൻ എയർ. അത് നമുക്ക് എഫ് എന്ന് എഴുതാണെങ്കിൽ എഫ് മീഡിയം ഈക്വൽ ടു എഫ് ബൈ എപ്സിലോൺ ആർ, എഫ് മീഡിയം ഈക്വൽ ടു എഫ് ബൈ എപ്സിലോൺ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എയറിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനേക്കാളും എത്ര മടങ്ങ് കുറയും? എപ്സിലോൺ ആർ ടൈംസ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് മീഡിയത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറവും എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്യൂത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് മീഡിയം എഫക്റ്റ് ചെയ്യണത്? മീഡിയത്തിലേക്ക് വെക്കുമ്പോൾ എയറിലുള്ളതിനേക്കാളും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എപ്സിലോൺ ആർ ടൈംസ് ചേഞ്ച് ചെയ്യുന്നു, കുറയുന്നു. ഇതാണ് നമുക്ക് മീഡിയം ഒരു എഫക്റ്റിംഗ് ഫാക്ടറായിട്ട് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയിട്ടുള്ള കൂളംബ്സ് ലോ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, ഒരു പുതിയൊരു കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പഠിച്ചു, എപ്സിലോൺ സീറോനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. 3 ഫാക്ടറുകൾ നമ്മൾ പറഞ്ഞിരുന്നു. 2 ഫാക്ടറുകൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിരുന്നു, മനസ്സിൽ വയ്ക്കുക. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബ്സ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അതിൽ റിലേറ്റീവ് പെർമിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മീഡിയം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംബ്സിലോ എന്നുള്ള ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.